ആശ്ചര്യമായിട്ട് നമ്മൾ ഇവിടെ കൂട്ടായ്മയിൽ ഇരിക്കുന്ന ഒരു ആലയമായിട്ട് കണ്ടാലും ഈ ആലയത്തിലേക്ക് പ്രവേശിക്കേണ്ടത് ആരാണ്? ഭൗതിക അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാകരുത് ഇതിനകത്ത് പ്രവേശിക്കേണ്ടത്. അവർക്ക് ഇതിനകത്ത് പ്രവേശിക്കാൻ അനുവാദമില്ല. അറിവില്ലായ്മയിൽ ഒന്ന് പ്രവേശിക്കാം. പക്ഷെ വചനം പറയുമ്പോൾ അവർ കേട്ടെന്ത് ചെയ്യണം? അനുസരിക്കണം. അനുസരിച്ചാൽ ആ ശാപത്തിൽ നിന്ന് അവർ വിമുക്തനായി മാറും. കൺവെൻഷൻ യോഗത്തില്, സഭായോഗത്തില്, പള്ളികളില് പഠിപ്പിച്ചില്ലെങ്കിൽ ജനം എന്ത് പഠിക്കും? യൂട്യൂബില്, വാട്സാപ്പില്, സൂം മീറ്റിംഗില് ഇതൊക്കെ പഠിപ്പിച്ചില്ലെങ്കിൽ ജനം എന്ത് പഠിക്കും? സ്തോത്രം. ഇതൊക്കെ പഠിക്കുവാൻ ദൈവം ഇതൊക്കെ അവസ്ഥകൾ വെച്ചിരിക്കുമ്പോൾ, അനുവദിച്ചിരിക്കുമ്പോൾ, ആയുസ് തന്നിരിക്കുമ്പോൾ നാം ഇത് പഠിക്കാതിരുന്നാൽ നമ്മൾ ആരാകും? തിരുവെഴുത്തും ദൈവശക്തിയും അറിയാത്തതുകൊണ്ട് തെറ്റിപ്പോകുകയാണ്. പ്രാർത്ഥിക്കേണ്ടത് എന്താണെന്ന് അറിയാത്തതുകൊണ്ട് പ്രാർത്ഥന മുഖാന്തരം തെറ്റായി മാറുകയാണ് പ്രാർത്ഥന. സ്തോത്രം, സ്തോത്രം. ഇതൊക്കെ അംഗീകരിക്കുന്ന ശുശ്രൂഷകന്മാരുണ്ട്. ഇത് അംഗീകരിക്കാത്ത ശുശ്രൂഷകന്മാർ അധികം പേരുണ്ട്. ഇതൊക്കെ അംഗീകരിക്കാതിരുന്നാൽ വിശ്വാസിയാകട്ടെ, ശുശ്രൂഷകനാകട്ടെ, ആരുമാകട്ടെ, അനന്തരഫലം അവർക്ക് ലഭിക്കുന്നത് എന്താണ്? ക്ഷയമാണോ അതോ പുഷ്ടിയാണോ? ആത്മീയ മനുഷ്യന് പൗലോസ് അപ്പോസ്തലൻ എന്ന് പറഞ്ഞു, നമ്മുടെ പുറത്തെ മനുഷ്യൻ സാമ്പത്തിക ലഹരികൾ, വസ്തുവാകുന്ന ലഹരികൾ, തലമുറയുടെ അവസ്ഥകൾ, സ്വതന്ത്രം, ശരീരം തന്നെ ക്ഷയിച്ചു പോയാലും അകത്തെ മനുഷ്യൻ ഹല്ലേലൂയ അവ എന്ത് പ്രാർത്ഥിച്ചു? പുറത്തെ മനുഷ്യന് വേണ്ടിയാണോ പ്രാർത്ഥിച്ചത് അതോ അകത്തെ മനുഷ്യന് വേണ്ടിയാണോ പ്രാർത്ഥിച്ചത്? അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടണം അല്ലേ? അപ്പോൾ അപ്പോസ്തലന്മാർ സഭയിൽ എന്ത് പഠിപ്പിച്ചു, ഇന്നുള്ളവർ സഭയിൽ എന്ത് പഠിപ്പിക്കുന്നു? ഇത് നമ്മൾ തരംതിരിച്ച് ഗ്രഹിച്ചറിയണം, വിവേചിക്കണം. ഹല്ലേലൂയ. ഇതൊക്കെ വിവേചിച്ച് ഗ്രഹിച്ചിട്ട് അവരെ കുറ്റപ്പെടുത്തി തരം താഴ്ത്തുവാനല്ല, അവരെ അറിവില്ലായ്മയും നമ്മളിലേക്ക് വ്യാപരിക്കുന്ന അറിവും തമ്മിൽ വ്യത്യാസങ്ങൾ മനസ്സിലാക്കിയിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി എത്ര ചെയ്യേണ്ടത്, ഒപ്പം അവരെ ബോധവൽക്കരിക്കുക എത്ര ചെയ്യേണ്ടത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. 15 വാക്യം വായിക്കുമ്പോൾ 12 മുതൽ വായിക്കാം. അവർ ദൈവത്തിന്റെ വചനങ്ങളെ കേട്ടു, വിശ്വസിച്ചു, ദൈവത്തിന് സ്തുതി പാടുകയും ചെയ്തു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് എന്ത് ചെയ്തു? സ്തുതി പാടി. അപ്പോൾ ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ, അത് വിശ്വസിക്കുമ്പോൾ ദൈവത്തിന് എന്താണ്? സ്തുതിയാണ്. നമ്മൾ അല്ലെങ്കിൽ പറയണ്ട, സ്തുതിയാണ് അവിടെ. അത് പ്രകടനമായിട്ടാണ്, പ്രകടിപ്പിക്കുന്നതാണ് അല്ലെങ്കിൽ നമ്മൾ പറയുന്നത്. വചനം ഇപ്പൊ കേട്ടിട്ടുണ്ടെങ്കിൽ ആത്മീയ വചനങ്ങള്, ആത്മരക്ഷയ്ക്കുള്ള വചനങ്ങൾ, ഇത് ഇത്തരത്തിൽ വിശ്വസിക്കുമ്പോൾ ദൈവത്തിന് സ്തുതിയാണ്. ദൈവത്തിന് സ്തുതിയാണെങ്കിൽ നാം യഹൂദ ഗോത്രമാണ്. യഹൂദ ഗോത്രമാണെങ്കിൽ നമ്മൾ യുദ്ധത്തിൽ മുൻനിരയിൽ നിൽക്കുന്നവരാണ്. പിന്നരയിലല്ല, മുൻനിരയിൽ. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന്റെ അരുളപ്പാടുകൾ ലഭിക്കുകയാണ്, യഹൂദനാണ്. സ്തോത്രം. ഏത് യഹൂദൻ? പുറമേ യഹൂദനായവൻ യഹൂദനല്ല, അകമേ യഹൂദനായവൻ അത്രേ യഹൂദൻ. അകത്തെ മനുഷ്യന്റെ പുഷ്ടിക്ക് വേണ്ടി, അകത്തെ മനുഷ്യന് വേണ്ടി തിരുവചനങ്ങളെ വായിക്കുകയും ഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും പ്രബോധിപ്പിക്കുകയും ചെയ്യുന്നവരാണ് യഹൂദൻ, ആത്മീയ യഹൂദൻ. ദൈവത്തിന്റെ അരുളപ്പാടുകൾ അവരുടെ പക്കൽ സമർപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. ഇത് ഒരു ബൈബിൾ കോളേജ് ആമേശ്വര സർട്ടിഫിക്കറ്റിന്റെ പേരിലല്ല ഇത് ലഭിക്കുന്നത്, സംഘടനാ പാരമ്പര്യത്തിന്റെ പേരിലല്ല ഇത് ലഭിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്.
അപ്പോസ്തലന്മാരുടെ കാലം കഴിഞ്ഞതിന് ശേഷം ആൾക്കാർ പറയുന്നതനുസരിച്ച് ഏകദേശം 130 വർഷം 130 വർഷത്തിനകത്തെ ആയിട്ടുള്ള പെന്തക്കോസ് എന്ന് പറയുന്ന പേരിൽ ശുശ്രൂഷകർ അല്ലെങ്കിൽ സഭ രൂപാന്തരപ്പെട്ടിട്ട് ഉടലെടുത്തിട്ട് അല്ലേ? ശരിയാണല്ലോ. പക്ഷെ അവർ എന്ത് പഠിപ്പിച്ചു അന്ന് മുതൽ നീ 130 വർഷം കൊണ്ട് ജനത്തെ എന്ത് പഠിപ്പിച്ചു? ആത്മീയ അനുഗ്രഹം പഠിപ്പിച്ചു, ഭൗതിക അനുഗ്രഹം പഠിപ്പിച്ചു. എന്ത് പഠിപ്പിച്ചിരിക്കും? നമ്മെ എന്ത് പഠിപ്പിച്ചു? നമ്മുടെ പാസ്റ്റർമാർ നമ്മെ എന്ത് പഠിപ്പിച്ചു? എങ്കിൽ അവരുടെ നമ്മുടെ പാസ്റ്റർമാരുണ്ടല്ലോ, അവര് ആ പാസ്റ്റർമാർ എന്ത് പഠിപ്പിച്ചു? ഇപ്പോൾ അങ്ങോട്ട് പോയി 130 വർഷം, 2 തലമുറ അല്ലെ 3 തലമുറ. അപ്പോൾ ആ 130 വർഷത്തിൽ തുടക്കം കുറിച്ചവർ എന്ത് പഠിപ്പിച്ചു? നമ്മളൊക്കെ അവർക്ക് ഭയങ്കര ആത്മീയമാണ്. അവര് പുസ്തകങ്ങളൊന്ന് വായിച്ചു നോക്കണം, അപ്പോൾ അറിയാം അവർ ആത്മീയമാണ് പഠിപ്പിച്ചത്. ലോകപ്രകാരം ഭക്തി നിലനിർത്തി, അതില്ലെന്നല്ല. ലോകപ്രകാരം അടുക്കിച്ചിട്ടേക്ക് അവർ നിലനിർത്തി, അതൊന്നില്ല, ഏകദേശം ഇന്നില്ല. അവർ ലോകപ്രകാരം ഭക്തി നിലനിർത്തി, അത് ശരിയാ, ഭക്തിയുടെ വേഷം നിലനിർത്തി. പക്ഷെ ഉപദേശം അവരുടെ പുസ്തകം വാങ്ങി വായിച്ചു നോക്കുക. വായിച്ചിട്ടുള്ളവർക്കറിയാം. സ്തോത്രം. അവരെയും നമ്മൾ തരം താഴ്ത്തുകയല്ല പറയാൻ കാരണം, ഈ ആത്മീയ ദർശനത്തിന്റെ ഉപദേശം ഇപ്പോൾ നമുക്ക് വെളിപ്പെടുന്നത് ചില ചുരുക്ക വർഷങ്ങളുണ്ട്. അതിന്റെ അർത്ഥം ഇതിന് മൂല്യമില്ലെന്നല്ല. ചില ആൾക്കാരെ ചിന്തിക്കുന്നത് മൂല്യം വരണമെങ്കിൽ 1000-ഓ 500-ഓ 1000-ഓ അതിനപ്പുറം വർഷം പാരമ്പര്യം വേണമെന്നാണ്. വർഷത്തിന്റെ പാരമ്പര്യം കൊണ്ട് ഉപദേശത്തിന്റെ മൂല്യം കിട്ടത്തില്ല. ഉപദേശത്തിന്റെ പ്രകാശനം വരണം. അത് ഒരാഴ്ച കൊണ്ടായിരിക്കാം, ഒരു ദിവസം കൊണ്ടായിരിക്കാം. അവിടെ മൂല്യം, അതിന്റെ അടിസ്ഥാനം, അതിന്റെ ദൈവിക ഉദ്ദേശങ്ങൾ അവിടെ നിവർത്തിക്കപ്പെടും. സ്തോത്രം. അതിന് വലിയ വിലയുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. ഇതൊക്കെ കേട്ട് വിശ്വസിക്കാൻ പ്രാപ്തിയില്ലാത്ത ശുശ്രൂഷകന്മാർ ഈ എളിയവനെ കുറിച്ച് എന്ന് പറയും. അനുകൂലം പറയും, പ്രതികൂലം പറയും. പ്രതികൂലം പറയുമ്പോൾ അവരുടെ വാക്ക് കേട്ടാൽ ഇത് ആർക്കും മനസ്സിലാവും. അത് ഇയാളെ കുറിച്ച് ഒരുപാട് അനേക പാസ്റ്റർമാർ ഇങ്ങനെയൊക്കെയാണ് പറയുന്നതെന്ന് പറഞ്ഞാൽ വല്ല കാര്യമുണ്ടോ? പാസ്റ്റർമാരെ ആര് കണ്ടു? ദൈവ നിയോഗത്തെ നാം ശക്തമായി കാണും. ദൈവ നിയോഗത്തെ നമ്മൾ ശക്തമായി തിരിച്ചറിയണം. ഹല്ലേലൂയ. അവിടെ 12-ാം വാക്യം പറയുന്നു, അവർ ദൈവത്തിന്റെ വചനത്തെ കേട്ടു, വിശ്വസിച്ചു, അവർ ദൈവത്തിന് സ്തുതി പാടി. ഹല്ലേലൂയ. ഓർക്കണം, അവർ വേഗത്തിൽ എന്ത് ചെയ്തു? മറക്കാൻ കാരണമുണ്ട്. വായിക്കുമ്പോൾ അറിയാം. ദൈവത്തിന്റെ ആലോചനയ്ക്ക് എന്ത് ചെയ്തു? അവർ കാത്തിരുന്നില്ല. കാത്തിരുന്നെങ്കിൽ ശക്തിയെ പുതുക്കുമായിരുന്നു. ശക്തിയെ പുതുക്കണമെങ്കിൽ കാത്തിരിക്കുമ്പോൾ വചനം കണ്ടെത്താൻ പറ്റും. കണ്ടെത്തിയാൽ ഭക്ഷിക്കും, ഭക്ഷിച്ചാൽ ശക്തിയെ പുതുക്കും. സ്തോത്രം. അവിടെ പാട്ടും പ്രാർത്ഥനയല്ല അവിടുത്തെ മുൻനിര. അവിടുത്തെ മുൻനിര ദൈവത്തിന്റെ വചനമാണ്. പ്രാർത്ഥന വിശ്വസിച്ചു എന്നല്ല, അവർ ദൈവ വചനത്തെ വിശ്വസിച്ചു. ദൈവത്തിന്റെ വചനം നമ്മോട് പറയുന്നത് നമ്മൾ അനുസരിക്കാൻ വേണ്ടിയാണ്. പ്രാർത്ഥന നാം ദൈവത്തോട് പറയുന്നത് ദൈവം അനുസരിക്കാൻ വേണ്ടിയാണ്. നമുക്ക് വേണ്ടി ദൈവം എന്തിനനുസരിക്കണം? ദൈവം പറയുന്നത് നാം അല്ലേ അനുസരിക്കേണ്ടത്. നാം ദൈവത്തെ അനുസരിപ്പിക്കാൻ നാം ദൈവത്തിന്റെ ആരാണ്? ദൈവത്തിന്റെ യജമാനാണോ? ദൈവത്തിന്റെ നടത്തുകാരനാണോ? ദൈവം നമ്മെ നടത്തുന്നു. ദൈവം നമ്മെ നടത്തണം. ദൈവം നമ്മെ അനുസരിപ്പിക്കണം. കേട്ടനുസരിക്കണം. വചനം കേട്ടനുസരിക്കുന്നവൻ ബുദ്ധിയുള്ളവൻ. സ്തോത്രം. അപ്പോൾ അവർ ദൈവത്തിന്റെ വചനം
കേട്ടു, വിശ്വസിച്ചു. പക്ഷെ എന്ത് ചെയ്തു? സ്തുതി പാടി. അടുത്ത് എന്ത് ചെയ്തു? വേഗത്തിൽ എന്ത് ചെയ്തു? ദൈവത്തിന്റെ പ്രവൃത്തികളെ മറന്നു എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തികളെ വിവേചിച്ചില്ല. ദൈവത്തിന്റെ പ്രവൃത്തികൾ എന്ത് ചെയ്തില്ല? വിവേചിച്ചില്ല. എങ്ങനെ വിവേചിച്ചില്ല? ആത്മീയമായി വിവേചിച്ചില്ല. ആത്മീയമായി വിവേചിക്കാത്തത് കൊണ്ടാണ് അവരെല്ലാം മറന്നു പോകുന്നത്. നമ്മളവരാണ്. ആത്മീയമായ ദൈവവചനത്തെ വിവേചിക്കാത്തതുകൊണ്ടല്ലേ നമ്മളും പലതും മറന്നു പോകുന്നത്. മറന്നു പോകുന്നത് കൊണ്ടല്ലേ പിറുപിറുപ്പ് വരുന്നത്. അതിന് വേറെ കാരണങ്ങളുണ്ട്. യുദ്ധലേഖനം വായിക്കുമ്പോൾ അവർ പിറുപിറുപ്പുകാരും തങ്ങളുടെ ഗതി, ആത്മീയഗതിയല്ല, ലോകത്തിലെ കാര്യങ്ങളാ, ഭൗതിക കാര്യങ്ങളാ. തങ്ങളുടെ ഗതിയെ കുറിച്ച് ആവലാതി പറയുന്നവരുമായി ദൈവമോഹമല്ല, സ്വന്തം മോഹം, ജഡീക മോഹം, സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്നു. അടുത്ത അവരുടെ വായ എന്ത് പറയുന്നു? താഴ്ന്നു പറയില്ല, വമ്പേ പറയും. കാര്യസാധ്യത്തിന് മുഖസ്തുതി പറയും. കാര്യസാധ്യം എന്താ ഗുണം? ഇതൊക്കെ നമ്മളുണ്ടോ? ഒന്നിലല്ലെങ്കിൽ മറ്റൊന്നില് ഉണ്ടോ? അവരവർ ശോധന ചെയ്യണം. അവരവർ ശോധന ചെയ്യണം. ലോകത്തിലെ സകല ക്രൈസ്തവരെ ശോധന ചെയ്യണം. അവരവരെ ശോധന ചെയ്യണം. അവർ പിറുപിറുപ്പുകാരും തങ്ങളുടെ ഗതിയെ കുറിച്ച് ആവലാതി പറയും. അവരെന്ന് പറയുന്നത് ഇന്ന് 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 തങ്ങളുടെ ഗതിയെ കുറിച്ച് ആവലാതി പറയുന്നത് ചുമ്മാ അങ്ങനെ വന്ന കേട്ടിങ്ങനെ കണ്ണുമഴി കേട്ടോണ്ടൊന്നും കാര്യമൊന്നുമില്ല. അതിനെ കേൾക്കുമ്പോൾ കുത്തുകൊള്ളണം, ഹൃദയം തുറങ്ങണം, മനസ്സ് തകരണം. ഭാര്യയോട് ആവലാതി പറഞ്ഞവരുണ്ടോ? ഭർത്താവിനോട് ആവലാതി പറഞ്ഞവരുണ്ടോ? മറ്റാരെടുത്തെങ്കിലും ആവലാതി പറഞ്ഞവരുണ്ടോ? ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ആവലാതി ദൈവം പ്രസാദിക്കും. ഭൗതിക കാര്യത്തെ കുറിച്ചാണ് പറയുന്നത്. ഭൗതികമായ കാര്യത്തെ കുറിച്ച് ആവലാതി പറഞ്ഞവരുണ്ടോ? സ്തോത്രം. ആരും സമ്മതിച്ചില്ലല്ലേ? എനിക്കറിയാം ആരൊക്കെ പറഞ്ഞിട്ടുണ്ടോ. സ്തോത്രം, സ്തോത്രം. അതെങ്ങനെ എനിക്കറിയാം? ഈ ദൈവവചനത്തിന്റെ ഉടമസ്ഥനറിയാം. ഈ ദൈവവചനത്തിന്റെ ഉടമസ്ഥനറിയാം. സ്തോത്രം. ഉടമസ്ഥനെ അറിയാമെങ്കിൽ ഞാനും അറിയാം. അത് ഇന്നാര് പറഞ്ഞു, ഇന്നാര് പറഞ്ഞു, ഇന്നാര് പറഞ്ഞു, ഇന്നാര് ആവലാതി പറഞ്ഞു, അങ്ങനെ പറയേണ്ട കാര്യമില്ല. അവരവർക്ക് അറിയാമല്ലോ. ചില ആൾക്കാർ പറയുമ്പോൾ എന്തിനാ പ്രവചനം? അവരൊരു കാര്യമില്ല. അവരവർ തെറ്റം തരുന്നു. ഈ പ്രത്യേകിച്ച് പ്രവാചകൻ തലയിൽ വെച്ച് പറയും നീന്റെ തെറ്റ് തരുന്നു. പ്രൈസ് അല്ല. ഹല്ലേലൂയ. ഉദാഹരണം പറഞ്ഞാൽ ഇന്ന് വീട്ടിന്റെ അപ്പുറത്തെ വശത്ത്, ഉദാഹരണം ആരുടെ വീട്ടിന്റെ അപ്പുറത്തെ വശത്ത് ഒരു മുട്ടാണ് എടുത്തു. ആരും കണ്ടില്ല, ആരും കണ്ടില്ല, വീട്ടുകാർ കണ്ടില്ല, നാട്ടുകാർ ആരും കണ്ടില്ല. പക്ഷെ അവരൊരു മനസ്സ് പറയില്ലേ? അവരൊരു മനസ്സ് പറയില്ലേ ഇത് അവിടെ വീട്ടിലാണ്? അത് കോഴിയെ ചിലപ്പോൾ അറിയായിരിക്കും, ഇന്ന കോഴി ഇന്ന വീട്ടിലുള്ള, അതൊക്കെ ചിലപ്പോൾ അറിയായിരിക്കും, മനസ്സ് പറയില്ലേ? ഞാൻ ഒരു പ്രവാചകൻ വന്ന് പ്രവചിച്ചു പറയണോ, നീ ഇന്ന സമയത്ത് ഇന്ന കണ്ടത്ത് ഇന്ന ആളിന്റെ ഇന്ന കോഴിയുടെ ഇന്ന കളർ കോഴിയുടെ മുട്ട എടുത്തു. സ്തോത്രം. അപ്പൊ ഇന്ന് ആരോട് ഏത് വിധത്തിലൊക്കെ ആവലാതി ആരൊക്കെ പറഞ്ഞു എന്നുള്ള നിശ്ചയമായിട്ട് അവരവർക്ക് അറിയാം. ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെനിക്കറിയാം. സ്തോത്രം. ഞാൻ സമ്മതിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് ദൈവം എന്റെ ഹൃദയത്തെ ഈ സമയത്തിലും ശോധന ചെയ്യും. നിങ്ങളുടെ ഹൃദയത്തെ ശോധന ചെയ്യും.
സമ്മതിച്ചില്ലെങ്കിൽ ദൈവത്തിന്റെ പക്കലുള്ള ആത്മാവിൽ നിന്ന് ഒരാത്മാവ് തരും. ദൈവത്തിൽ നിന്നുള്ള ആത്മാവിനല്ല, ദൈവത്തിന്റെ പക്കലിൽ നിന്നാണ് സൗലിൽ ദുരാത്മാവ് വന്നത്. അതുപോലെ ദൈവത്തിന്റെ പക്കലിലുള്ള ദുരാത്മാവിന്റെ ഒരാത്മം തരും. അവരവരെ പ്രവർത്തിക്കുന്നതൊക്കെ ആത്മാവ് തരും. ബാക്കി അവൻ ഇരുന്നുണ്ട് എന്ത് ചെയ്യും? ബാക്കി പ്രവർത്തിച്ചു. സ്തോത്രം. അവർ പെന്തക്കോസ്ത് ലോകം പറയും, മന്ത്രവാദ ലോകവും പറയും അത് പിശാചാണ്, അത് പിശാചിന്റെ ഉപദ്രവമാണ് എന്നൊക്കെ പറയും. നമ്മൾ വിശ്വസിച്ച് നമ്മൾ അതുപോലെ നമ്മൾ വരെ ശേഷിക്കുന്ന മനുഷ്യരാണ്. ഹല്ലേലൂയ. ഇത് ഇന്ന കാര്യം, ഇന്ന കുറ്റം ഞാൻ സമ്മതിച്ച് ഏറ്റുപറയാത്ത കാരണത്താൽ ദൈവത്തിന്റെ പക്കൽ നിന്ന് ദൈവം അയച്ച ദുരാത്മാവിന്റെ ഭാഗമാണ് എന്നിൽ വന്നത് എന്ന് സമ്മതിച്ച് ഏറ്റുപറഞ്ഞാൽ ദുരാത്മാവിനെ അങ്ങ് തിരിച്ചെടുത്തിട്ട് പരിശുദ്ധാത്മാവിനെ തന്നെ ദൈവത്തിന് കഴിയും. ഇതൊക്കെ നമ്മൾ തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കി ജീവിക്കണം. അതിനു വേണ്ടിയ ഭൂമിയിൽ ആയുസ് നീട്ടി തരുന്നത്. സങ്കീർത്തനം വായിക്കാം. എങ്കിലും അവർ വേഗത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തികൾ മറന്നു. ദൈവത്തിന്റെ ആലോചനയ്ക്ക് അവർ എന്തില്ല, കാത്തിരുന്നില്ല. അപ്പൊ ദൈവത്തിന്റെ ആലോചന സ്പോട്ടിൽ കിട്ടുന്നതല്ല, ഒത്തോണെ കിട്ടുള്ളൂ. അത്ര കാത്തിരിക്കണ്ടേ? കാത്തിരുന്നാൽ വചനം കണ്ടെത്താം, ഭക്ഷിക്കാം, ശക്തിയെ പുതുക്കാം, കഴുകന്മാരെ പോലെ ചിറകടിച്ച് പറന്നു ഉയരത്തക്കവണ്ണം ബാക്കി നന്മ കൊണ്ട് തൃപ്തി വരും. ഇവിടെ എല്ലാം ആത്മീക ചിന്തകളും ആത്മീക ലെവലുകളുമാണ്. അപ്പോൾ ആത്മാവിനെ കുറിച്ച്, ദൈവാത്മാവിന്റെ ഹിതത്തെ കുറിച്ച് നാം ഗ്രഹിക്കുമ്പോൾ, ചിന്തിക്കുമ്പോൾ, ധ്യാനിക്കുമ്പോൾ, സംസാരിക്കുമ്പോൾ ഇവിടെ ഏത് സാന്നിധ്യം ഇറങ്ങും? ദൈവാത്മാവിന്റെ സാന്നിധ്യമാണ്. സ്തോത്രം. ആ വിധത്തിൽ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കണം. അത് നമുക്ക് മനസ്സിലാക്കണം. നമുക്കുള്ള മകത്വത്തിന് പോയെന്ന് വരും, കുഴപ്പമില്ല, കോട്ടുന്നേ. ഇന്ന് പെയിലെ മരണത്തോടെ എന്തായാലും അത് പോകും, നാമും പോകും, നശിച്ചു. സ്തോത്രം. അടുത്ത് മരുഭൂമിയിൽ വെച്ചവർ ഏറ്റവും മോഹിച്ചു. നിർജ്ജന പ്രദേശത്ത് തന്നെത്താൻ പരീക്ഷിക്കേണ്ടതിന് പകരം ദൈവത്തെ പരീക്ഷിച്ചു. ഇന്നെന്താ സംഭവിക്കുന്നത്? ദൈവത്തെ പരീക്ഷിക്കുന്നതിന് അടയാളം എന്താണ്? യേശു ക്രിസ്തുവിനെ പരീക്ഷിക്കാൻ സാത്താൻ വന്നു. എന്തൊക്കെ ചെയ്തു? ഈ ലോകത്തിന്റെ കാര്യങ്ങൾക്കൊത്തവണ്ണമുള്ള സംരക്ഷണം, ആഹാരം, അല്ലെ, ഇതൊക്കെ കർത്താവിനെ വിട്ട് ചെയ്യിപ്പിക്കാൻ നോക്കി. അപ്പൊ ഈ ലോകത്തിലെ കാര്യങ്ങൾക്കൊത്തവണ്ണമുള്ള സംരക്ഷണവും, ആഹാരവും, വസ്ത്രവും, പാർപ്പിടവും, വാഹനവും, വിദ്യാഭ്യാസവും, ഈ കാര്യങ്ങൾ ദൈവത്തോട് ചോദിക്കുമ്പോൾ ആരെ പരീക്ഷിക്കുക? സ്തോത്രം. ഇതൊരു വ്യാഖ്യാനമാണോ? ആണോ? വ്യാഖ്യാനമൊന്നുമല്ല. രോഗസൗഖ്യത്തിനുണ്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തെ പരീക്ഷിക്കുകയാണോ? എന്നെ പരീക്ഷിക്കുകയാണോ? വിശപ്പ് മാറാൻ വേണ്ടി ദൈവത്തോട് ചോദിച്ചുകൊണ്ടിരുന്ന ദൈവത്തെ പരീക്ഷിക്കുകയാണോ? എന്നെ പരീക്ഷിക്കുകയാണോ? ഇതെല്ലാം ദൈവത്തെ പരീക്ഷിക്കുക. വേല ചെയ്യാൻ മനസ്സില്ലാതെ തിന്നരുത്. മനസ്സോടെ വേല ചെയ്യണവരും തിന്നരുത്. അത് അടുക്കളയിൽ അമ്മയിലോ തന്നെ. മനസ്സോടെ ആഹാരം പാകം ചെയ്തോ തിന്നരുത്. തിന്നാൻ കൊള്ളൂല. അല്ലെങ്കിൽ നല്ല മനസ്സോടെ ആഹാരം പാകം ചെയ്ത് തിന്നാൻ കൊള്ളാൻ തിന്നാൻ കൊള്ളൂ. രുചിയും കാണും. സ്തോത്രം. എന്ന് പറഞ്ഞാൽ പാകം ചെയ്യാൻ അറിയില്ല. അപ്പൊ അറിയാമെന്നുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കി പാകം ചെയ്യും.
മനസ്സുള്ളവരങ്ങനെയാ. മനസ്സില്ലാത്തവരോ ആരും ചോദിക്കാൻ നിൽക്കില്ല, പറയാൻ നിൽക്കില്ല. അവരൊരു തോന്നിയ പോലെ ഒരുക്കിയെടുക്കും. സ്തോത്രം. അതുപോലെ തന്നെയാണ് ദൈവവചനത്തിൽ മാനസാന്തരമില്ലെങ്കിൽ, ദൈവവചന പ്രകാരം നമ്മുടെ മനസ്സ് പുതുക്കിയില്ലെങ്കിൽ നമുക്കും ആത്മീയമായ ആഹാരം ഭക്ഷിക്കത്തക്കവണ്ണം കിട്ടില്ല. പിന്നെ എങ്ങനെ കണ്ടെത്തി ഭക്ഷിക്കാൻ പറ്റും? കണ്ടെത്തി ഭക്ഷിക്കാതിരുന്നാൽ എങ്ങനെ ശക്തി പുതുക്കാൻ പറ്റും? സ്തോത്രം, സ്തോത്രം. ശക്തിയെ പുതുക്കണമെങ്കിൽ വചനം ഭക്ഷിക്കേണ്ട വിധത്തിൽ ഭക്ഷിക്കണം. അതിന് തക്കവണ്ണം മനസ്സ് പുതുക്കണം. മനസ്സ് പുതുക്കം വരണം. ഇല്ലെങ്കിൽ ദൈവത്തെ പരീക്ഷിക്കുകയാണ് നമ്മൾ ഓരോരുത്തരും. സ്തോത്രം. ക്രിസ്തീയ ലോകത്തിൽ അധികം പേര് പഠിപ്പിക്കുന്ന ദൈവത്തെ പരീക്ഷിക്കാൻ വേണ്ടി. ഈ ദൈവത്തെ പ്രാർത്ഥിക്കും. ഒരു പെൻസിൽ വേണം, കുഞ്ഞിനോട് പറയാം പെൻസിൽ വേണം, ദൈവത്തെ പ്രാർത്ഥിക്കും. നാം വിചാരിക്കുന്നറിയോ? അവരെ വിശ്വാസം പഠിപ്പിക്കുകയാണെന്ന്. അവരെ വിശ്വാസം പഠിപ്പിക്കുകയല്ല, അവരെ ദൈവത്തെ പരീക്ഷിക്കാൻ വേണ്ടി പഠിപ്പിക്കുക. സ്തോത്രം. ആൾക്കാർ അങ്ങനെ വിശ്വാസം പഠിപ്പിക്കുന്നത്. പെൻസിലിൽ ദൈവത്തെ പ്രാർത്ഥിപ്പിച്ചിട്ട് അപ്പം വാങ്ങിച്ചു കൊടുക്കും, അല്ലെ അമ്മ വാങ്ങി കൊടുക്കും. അപ്പൊ ഇത് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇത് കിട്ടിയെന്ന് പറയും. ശരിയല്ലേ? ആ കുഞ്ഞ് വളർന്നു വരുമ്പോൾ എന്ത് പ്രാർത്ഥിക്കും? ആ കുഞ്ഞ് വളർന്നു വരും, പിന്നെ എന്ത് പ്രാർത്ഥിക്കും? നിത്യജീവന്റെ കാര്യം പ്രാർത്ഥിക്കാൻ മനസ്സിൽ കിട്ടുമോ? അപ്പൊ കുഞ്ഞില് ദൈവത്തെ പരീക്ഷിക്കാൻ വേണ്ടി പഠിപ്പിക്കുക. അപ്പൊ ഇവിടെ എന്ത് ചെയ്യുന്നു? ദൈവത്തെ അവർ പരീക്ഷിച്ചു. പ്രദേശത്ത് അവർ ദൈവത്തെ പരീക്ഷിച്ചു. അവർ അപേക്ഷിച്ചത് ദൈവം അവർക്ക് കൊടുത്തു. എങ്കിലും അവരുടെ പ്രാണനക്ഷയം കൊടുത്തു. അപ്പൊ ദൈവത്തെ പരീക്ഷിച്ചു, അപേക്ഷിച്ചു. എന്ത് കിട്ടി? ഭൗതിക കാര്യങ്ങളാണ്. പ്രാണന് കിട്ടിയില്ല. പ്രാണന് വേണ്ടിയുള്ള കിട്ടിയില്ല. സ്തോത്രം. പ്രാണന് വേണ്ടിയുള്ള കിട്ടിയില്ല. അപേക്ഷിച്ചു, കിട്ടി. എന്ത് കിട്ടി? അതുകൊണ്ട് ദൈവത്തെ പരീക്ഷിച്ചു. അനന്തരഫലമായി അവർ അപേക്ഷിച്ചു. ഫലമായി അത് കിട്ടി. അതിന്റെ അനന്തരഫലമായി പ്രാണനിക്ഷയം കിട്ടി. നമുക്കൊക്കെ എന്ത് കിട്ടി? ഉപവസിച്ചിട്ടുണ്ട്, പ്രാർത്ഥിച്ചിട്ടുണ്ട്, നേർച്ച കാഴ്ചകൾ നടത്തിയിട്ടുണ്ട്. എന്താ കിട്ടിയിട്ടുണ്ട്? പ്രാണന് കൃഷി കിട്ടിയോ? ക്ഷയം കിട്ടിയോ? സ്തോത്രം. ഈ വചനങ്ങളെ ഗ്രഹിച്ച് തുടങ്ങിയപ്പോൾ എന്ത് കിട്ടാൻ തുടങ്ങി? സ്തോത്രം. ഏത് വിഭാഗത്തിലുള്ളവർ അവർ തമ്മിൽ സംസാരിക്കുന്നാലും നാം ഇപ്പോൾ അവരുടെ കീഴിലല്ല, നാം ഇപ്പോൾ അവരുടെ മേലിലാണ്. എങ്ങനെ സാധിച്ചു? എങ്ങനെ സാധിക്കുന്നു? സ്തോത്രം. ഈ മഹത്വമേ നിസ്സാരമായി കാണരുത്. ദൈവം ഒന്നുമില്ലാതാക്കി കളയും. സ്തോത്രം. പിന്നെ അവരാണ്, ഇവരാണ്, മറ്റവരാണ്, മറിച്ചവർ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അവരവരുടെ പ്രവർത്തിക്കത്തക്കവണ്ണം കിട്ടിയിരിക്കും. സ്തോത്രം. ഇവിടെ ഇരിക്കുന്നവരുടെ പ്രവർത്തിക്കത്തക്കവണ്ണം ഫലം കൊടുക്കുക. എന്തെങ്കിലും കുറച്ചൊക്കെ ഉണ്ടായിരുന്നു. ദൈവം തരുമെന്ന് പറയാം. ദൈവം നേരിട്ട് തരുമെന്നല്ല പറയുന്നത്, സ്ഥാനാപതിയിൽ കൂടെ തരും. അവരവരുടെ പ്രവർത്തിക്കും നടപ്പിനും തക്കവണ്ണം കൊടുക്കുവാൻ ദൈവത്തിന്റെ പക്കലുണ്ടെന്ന് പറയുമ്പോൾ ദൈവം നേരിട്ട് ചെയ്യുമെന്നായിരിക്കും നമ്മൾ വിചാരിക്കുന്നത്. അല്ല. ഉപദേശം നേരിട്ട് കിട്ടുന്നുണ്ടോ? ഉപദേശം നേരിട്ട് കിട്ടുന്നുണ്ടോ? സ്നാനം നേരിട്ട് കിട്ടിയോ? ഉപദേശം നേരിട്ട് കിട്ടുമോ? കിട്ടും എന്നാണ് ചിലപ്പോൾ ധരിക്കുന്നതായിരിക്കാം. കിട്ടില്ല. സ്തോത്രം. ഉപദേഷ്ടാവിന് കൂടി കിട്ടുന്നെങ്കിൽ കർത്താവിന് ബാക്കിയുള്ള ശിക്ഷ ഉപദേശങ്ങൾക്ക് തന്നെ കിട്ടും. സ്തോത്രം. ഇത് ലോകത്തുള്ള എല്ലാ ഉപദേഷ്ടാക്കന്മാർക്കും ഈ അവകാശം പറയാൻ പറ്റില്ല. ഈ അവകാശം പറയാൻ പറ്റില്ല, പറയാൻ പാടില്ല. സ്തോത്രം. എന്നാൽ ദൈവവചനത്തെ വിശ്വസ്തയോടുകൂടെ പഠിപ്പിക്കത്തക്കവണ്ണം നിഷ്പക്ഷമായി ദൈവവചനത്തിൽ ആശ്രയം വെച്ച് നിൽക്കുന്നവരാരെങ്കിലും ഉണ്ടോ? അവർക്ക് ഇത് അവകാശമാണ്. സ്തോത്രം. അപ്പോൾ അവിടെ എന്ത് പറയുന്നു? അവർ അപേക്ഷിച്ചത്. അത് മാത്രം വായിച്ച് നമുക്ക് അറിയാൻ പറ്റില്ല ദൈവത്തെ പരീക്ഷിച്ചതാണോ? പറ്റുമോ? 14 വാക്യത്തിലെ പറയുന്നത് ദൈവത്തെ നിർജ്ജന പ്രദേശത്ത് അവർ ദൈവത്തെ പരീക്ഷിച്ചു. 14
14. 15 വന്നപ്പോൾ അപേക്ഷിച്ചത് കൊടുത്തു. അപ്പോഴെന്താണ് പരീക്ഷിച്ചത്? ഭൗതിക കാര്യമാണ് ചോദിച്ചത്. കിട്ടിയോ? കിട്ടി. കൂടെ എന്ത് കിട്ടി? ചില ആൾക്കാർ പറയില്ലേ, സംബന്ധം അന്വേഷിച്ചു, പെണ്ണ് കിട്ടി, പെണ്ണ് കെട്ടി, കിട്ടുകയും ചെയ്തു, കെട്ടുകയും ചെയ്തു, കൂടെ ഭൂതവും കൂടെ കിട്ടി. പെണ്ണും കിട്ടി, ഭൂതവും കിട്ടി. കേട്ടില്ലേ? സ്തോത്രം, സ്തോത്രം എന്ന് പറഞ്ഞ സൽ സ്വഭാവമൊന്നും അതിലില്ല. ഭൂതത്തിന്റെ സ്വഭാവമല്ല എന്ന് പറയും പോലെ അപേക്ഷിച്ചു ഭൗതിക കാര്യങ്ങൾ. ദൈവം കൊടുത്തു, കൂട്ടത്തന്ന് കൊടുത്തു. പ്രാണന് ക്ഷയം. ഇത് ദൈവം പറയാതിരുന്നെങ്കിൽ അറിയോ? പറയാതിരുന്നെങ്കിൽ അറിയോ? അതാണ് ദൈവത്തിന്റെ സ്നേഹം. മുന്നറിയിപ്പ് പറഞ്ഞു, വെളിപ്പെടുത്തി, ദൈവത്തിൽ മറച്ചു വെച്ചില്ല. പക്ഷെ ഇത് ലോകത്തിൽ മറക്കപ്പെട്ടിരിക്കുന്നു, നമുക്ക് വെളിപ്പെടുന്നു. എന്തുകൊണ്ട്? പരിജ്ഞാന പൂർത്തിയിലേക്ക് വരാൻ മനസ്സ് പുതുക്കുന്നത് കൊണ്ട്, അതിനെതിരെ വരുന്ന പരീക്ഷ സഹിക്കുന്നത് കൊണ്ട്, ഘട്ടം സഹിക്കുന്നത് കൊണ്ട്, ശാസന സഹിക്കുന്നത് കൊണ്ട്, ശിക്ഷ സഹിക്കുന്നത് കൊണ്ട്. സ്തോത്രം, സ്തോത്രം. ദൈവം എന്താ പറയുന്നത്? എന്റെ ശാസനയ്ക്ക് തിരിഞ്ഞുകൊള്ളുവി, ഞാൻ എന്റെ മനസ്സിലുള്ള നിങ്ങൾക്ക് പറഞ്ഞിരുന്നു. അപ്പൊ ദൈവത്തെ പരീക്ഷിച്ചു. അടയാളമായിട്ട് അവർ ഭൗതികാരൻ ദൈവത്തോട് ചോദിച്ചു, അടയാളമായിട്ട് ഭൗതികാരൻ ദൈവം കൊടുത്തു. അതിനോടൊപ്പം പ്രാണരക്ഷയും കൊടുത്തു. അതുകൊണ്ടല്ലേ പ്രാണരക്ഷയെ കുറിച്ച് ആർക്കൊന്നും പറയില്ലാതെ. സ്തോത്രം. നമുക്കൊക്കെ ഇപ്പൊ അല്പച്ച് പറഞ്ഞു തുടങ്ങുന്നേ ഉള്ളൂ. പൂച്ചക്കുട്ടി കണ്ണ് തുറക്കുന്നത് പോലെ. ഹല്ലേലൂയ. അവർ അപേക്ഷിച്ചത് യഹോവ അവർക്ക് കൊടുത്തു. എങ്കിലും അവരുടെ പ്രാണന് ക്ഷയമയച്ചു. പാളയത്തിൽ വെച്ച് അവർ മോശ പ്രവാചകനോടും എന്ന ദൈവപുരുഷനോടും യഹോവയുടെ പുരോഹിതനായ അഹരോനോടും അസൂയപ്പെട്ടു. ദൈവത്തിന്റെ പുരോഹിതനായ അഹരോനോടും അസൂയപ്പെടാമോ? ഈ ലോകത്തിൽ നാട്ടുകാരോട് അസൂയപ്പെട്ടാലും ദൈവത്തിന്റെ ദാസന്മാരോട് അസൂയപ്പെടരുത്. എന്നോട് അസൂയുള്ളവരോട് വചനമൊന്നും കിട്ടില്ലെന്നേ ഗ്രഹിക്കാൻ പറ്റില്ല. എനിക്ക് പലരും എനിക്കറിയാം, അസൂയ ഇല്ലാത്തവർ വചനം ഗ്രഹിച്ചു തന്നു, അസൂയ തുടങ്ങിയപ്പോൾ വചനം ഗ്രഹിക്കാതെ പോകും. അത് എന്നെ കുറിച്ച് മാത്രമല്ല, ഏത് ദൈവവചനം ഗ്രഹിപ്പിക്കുന്ന ഏത് ശുശ്രൂഷകനോട് നമ്മൾ അസൂയപ്പെടരുത്. അതിനൊന്നും വായന പാൽ കുടിക്കാൻ പറ്റില്ല. സ്തോത്രം, സ്തോത്രം. അസൂയപ്പെടരുത്. ഇവിടെ ആർക്കൊക്കെ അസൂയ ഉണ്ട്? ഹല്ലേലൂയ. അസൂയ അവരവർ ഓർത്തനുഭവിച്ചേ പറ്റത്തുള്ളൂ. എന്തുകൊണ്ട് അസൂയ? എങ്ങനെ അറിയാൻ പറ്റും? കേട്ടനുസരിക്കുന്നല്ലേ അസൂയ. കേട്ടനുസരിക്കാൻ മനസ്സില്ലയോ? അവരുടെ മേൽ വ്യാപരിക്കുന്നത് അസൂയയുടെ ആത്മാവാണ്. ആ വ്യക്തിക്ക് ഉപദേശിച്ചവന് എതിരായുള്ള അസൂയ. അതിന് വചനമെന്ന മായങ്ങാത്ത പാലൊക്കെ കുടിക്കാൻ അവർക്ക് വാഞ്ച കാണൂല. സ്തോത്രം. എപ്പോഴെപ്പോഴും കുത്തി കുത്തി വരെ തോന്നും. മുറോണ്ണം കുത്തുകൊള്ളൂല്ലേ? ഉറക്കണ്ടേ? വെച്ചിട്ടണ്ടേ? ഞെക്കിപ്പിഴണ്ടേ? ഞെക്കിപ്പിഴിഞ്ഞാൽ വെച്ചിട്ടാൻ പറ്റുമോ? എന്നാലേ എണ്ണ കിട്ടാൻ പറ്റുമോ? എന്നാലേ സമരം കിട്ടുള്ളൂ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഭൂമി പിളർന്നു, നാഥാനെ വിഴുങ്ങി. എന്നുകൊണ്ട് ദൈവത്തിന്റെ പ്രവാചകനോട്, ദൈവത്തിന്റെ പുരോഹിതനോട് മറുത്ത് മത്സരിച്ചതുകൊണ്ട് ഭൂമി വാ പിളർന്നു, വാ തുറന്നു. അവരെ ഭൂമി വിഴുങ്ങി. ഹല്ലേലൂയ. എന്താണെങ്കിലോ നാം വാ തുറക്കുമ്പോൾ ഭൂമിയിലുള്ളതാണ് പുറത്തുള്ളത്. എങ്കിൽ നമ്മള് ഭൂമിയെ നമ്മൾ വിഴുങ്ങി വെച്ചിരിക്കുക. ഹൃദയം നിറഞ്ഞിരിക്കുക. ഭൂമി ഹൃദയം നിറഞ്ഞ് കവിയുന്നു, വാ തുറക്കുന്നു, പ്രസ്താവിക്കുന്നു. പ്രസംഗകര മുമ്പിൽ പേരുന്നല്ല അറിയാം. ഭൂമിയിൽ അനുഗ്രഹം. ഇതെല്ലാം അവർ ഭൂമി വിഴുങ്ങി വെച്ചിരിക്കുക. അവരെ ഭൂമി വിഴുങ്ങി.
അവരുടെ ആരുടെ മേലുള്ള ആത്മാവ് പ്രാപിച്ചിരിക്കുന്നു? ആരെ വിഴുങ്ങി? നാഥാനെ വിഴുങ്ങി. നാഥാന്റെ പേരിൽ വ്യാപരിച്ചിരുന്ന ആത്മാവ് ദാദാ. ഇപ്പൊ നമ്മുടെ ചിന്ത ഭൂമിയിലുള്ളതാണോ? തിരുവചനം വായിക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മനോഭാവം ഭൂമിയിലാണോ? എങ്കിൽ ഈ ഭൂമി വിഴുങ്ങിയ വ്യക്തിയുടെ മേൽ വ്യാപരിച്ചിരുന്ന ആത്മാവാണ് നമ്മെ ബാധിച്ചിരിക്കുന്നത്. ഓർത്ത് അനുദമിച്ച് ഏറ്റു പറഞ്ഞാൽ ക്രിസ്തുവിൽ കൂടി പരിഹാരം. ആത്മാവിനെ മാറ്റിത്തരാൻ ദൈവത്തിന് കഴിയും. സ്തോത്രം, സ്തോത്രം. അങ്ങനെയായാൽ നമ്മുടെ മനോഭാവം ഹല്ലേലൂയ. സ്വർഗ്ഗം സന്തോഷിക്കും. സ്വർഗത്തെ നാം സന്തോഷിപ്പിച്ചാൽ ആ സന്തോഷം സ്വർഗത്തിലിരിക്കില്ല. ആ സന്തോഷം എന്നിലേക്ക് വരും. തണുപ്പിക്കുന്നത് തണുപ്പ്. ഹല്ലേലൂയ. ഇവിടെ നമ്മിൽ എത്ര പേരാണ് ഓരോ ദിവസവും സ്വർഗത്തെ സന്തോഷിപ്പിക്കുന്നത്? നമ്മിൽ എത്ര പേരാണ് ഓരോ ദിവസവും സ്വർഗത്തെ സന്തോഷിപ്പിക്കുന്നത്? ഓരോ കുടുംബത്തിലുള്ളവർ അവരവര് പറ, മനസ്സിൽ പറഞ്ഞാൽ മതി. അവരവര് പറ. ഓരോ കുടുംബത്തിലുള്ളവര് അവരവര് പറ. നിങ്ങളുടെ ഓരോ കുടുംബത്തിലുള്ള, എന്റെ കുടുംബത്തിലുള്ള ഇന്ന വ്യക്തി സ്വർഗം സന്തോഷിപ്പിക്കുകയാണ്, ഇന്ന വ്യക്തി സ്വർഗം സന്തോഷിപ്പിക്കുന്നില്ല. മനസ്സ് പുതുക്കം ഉണ്ടോ അവർ നിമിത്തം സ്വർഗം സന്തോഷിക്കും. പ്രൈസ് ദി ലോർഡ്. അതെല്ലാം നിങ്ങൾ വിവേചിച്ചുകൊണ്ട് അവരവരുടെ കുടുംബത്തെ വിവേചിക്കണം. അങ്ങനെ വിവേചിച്ച് മാറ്റം വരണം. ഓരോ ദിവസവും സ്വർഗം സന്തോഷിക്കത്തക്കവണ്ണമുള്ള മനസ്സ് പുതുക്കം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവണം. മറ്റുള്ളവർക്ക് അത് അനുഭവിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല, വേണ്ട. സ്വർഗീയ സന്തോഷം അനുഭവിക്കുന്ന വ്യക്തിപരമാണ്. അതിനെ ഉപേക്ഷയായി വിചാരിക്കരുത്. സ്തോത്രം. ഞാൻ സ്വർഗീയ സന്തോഷം ഞാൻ അനുഭവിക്കണം വരുന്നത് ഞാൻ പറയുന്നത്. സ്വർഗീയ സന്തോഷം ഞാൻ അനുഭവിക്കാൻ കാരണം എന്താണ്? ഒരു ശുശ്രൂഷകനായതുകൊണ്ടാണോ? അല്ല. ഒരു ഉപദേഷ്ടാവായതുകൊണ്ടാണോ? അല്ല. എന്റെ ജീവിതത്തിലുള്ള ബലഹീനതകൾ, ദൈവത്തോടുള്ള വെറുപ്പുകൾ, ദൈവത്തെ പരീക്ഷിക്കുന്ന അവസ്ഥകൾ, ദൈവദാസന്മാർക്കെതിരായി എന്നിൽ വരുന്ന മനോഭാവങ്ങൾ, ഇതൊക്കെ ഓർത്ത് അനുദമിക്കുന്നത് മുഖാന്തരമാണ് സ്വർഗം സന്തോഷിക്കുന്നത്. ദൈവദാസന്മാർ എന്ന് പറയാൻ മനസ്സിലാവുന്നുണ്ടോ? ദൈവത്തെ അവൻ എന്ന് വിളിക്കുന്നവരെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. ദൈവത്തെ അവൻ എന്ന് വിളിക്കുന്നവൻ ദൈവദാസനല്ല. ദാസൻ എപ്പോഴും യജമാൻ എന്ത് ചെയ്യും? അവനൊന്ന് വിളിക്കില്ല, യജമാൻ എന്നേ വിളിക്കൂ. അല്ലെങ്കിൽ അതിന് തക്കവണ്ണമുള്ള ബഹുമാന പേരുകൊണ്ട് വിളിക്കും. ദൈവത്തിന് ദാസൻ എന്ന് പറഞ്ഞ് അങ്ങനെ ഉദ്ദേശിച്ചു. ദൈവത്തെ അവനെന്നോ ദൈവത്തെ യോഗ്യമല്ലാത്ത വിധത്തിലുള്ള മലയാള വാക്കുകൾ കൊണ്ടോ വിളിക്കുന്ന ഒരുത്തനെ കുറിച്ചല്ല ഞാൻ ഈ പറയുന്നത് ദൈവദാസൻ എന്ന് പറയുന്നത്. ദൈവത്തെ ബഹുമാനിച്ച് മലയാള ഭാഷയിൽ ദൈവത്തെ പറയുമ്പോൾ അതിന് യോഗ്യമായ ബഹുമാന വാക്കുകൾ കൊണ്ട് പറയുന്ന വ്യക്തികളെ കുറിച്ചാണ് പറയുന്നത് ദൈവദാസൻ. അങ്ങനെയുള്ളവർക്കെതിരായി എന്റെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടായാൽ അതോർത്ത് അനുഭവിക്കുന്നത് സ്വർഗത്തിൽ സന്തോഷം ഉണ്ടാകും. ആ സന്തോഷം വേറെ ആർക്കും കിട്ടില്ല, എനിക്ക് തിരിച്ചില്ല. വേറെ ആർക്കും കിട്ടില്ല, ഭാര്യയ്ക്ക് കിട്ടില്ല, മക്കൾക്കും കിട്ടില്ല. സ്തോത്രം, സ്തോത്രം. ഭാര്യയ്ക്ക് മക്കൾ വേണോ? വെളിപ്പെടുന്ന വചനങ്ങളെ കേട്ടനുസരിക്കണം, എന്നാലും അവർക്ക് കിട്ടുള്ളൂ. കാരണം കേട്ടനുസരിക്കുമ്പോൾ മനസ്സ് പുതുക്കം വരും, അവർക്ക് കിട്ടും. അല്ലാതെ കിട്ടുന്നു ആരും പ്രതീക്ഷിക്കണ്ട. സ്വർഗീയ സന്തോഷം അനുഭവിക്കുന്നവരെ നിമിത്തം അവൻ ആരും അസൂയപ്പെട്ടിട്ട് കാര്യമില്ല, ആരും പല്ലുകടിച്ചിട്ട് കാര്യമില്ല, പരദോഷം പറയുന്ന കാര്യമില്ല. ദൈവം അതിന് കീഴടങ്ങുന്നതിൽ അത്രേ കാര്യം. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഭൂമി പിളർന്നു, ദാതാനെ വിഴുങ്ങി. അബീരാമിന്റെ കൂട്ടത്തിൽ അവനെ മൂടിക്കളഞ്ഞു. അവരുടെ കൂട്ടത്തിൽ തീ കത്തി. അഗ്നിജ്വാല ദുഷ്ടന്മാരെ ദഹിപ്പിച്ചു കളഞ്ഞു. ആരാ ദുഷ്ടന്മാർ? ദൈവത്തിന്റെ ന്യായപ്രമാണത്തെ ഉപേക്ഷിച്ച് ദൈവത്തിന്റെ ന്യായപ്രമാണത്തിൽ പ്രിയം വെച്ച ദൈവ ശുശ്രൂഷകരെയും വേദനിപ്പിച്ചവർ. ദൈവത്തിന്റെ ന്യായപ്രമാണത്തെ വേടിച്ചുകൊണ്ട് എന്നെ വേദനിപ്പിച്ച എത്രയോ പേരുണ്ട്. സ്തോത്രം.
അതൊക്കെ ഗതി ഇതാ. കർത്താവേ അവർക്ക് ആ ഗതി വരരുതേ എന്ന് പ്രാർത്ഥിച്ചാൽ ഇതേ അവർക്ക് വരൂ. എന്ന പ്രവൃത്തിയുടെ ഫലം കിട്ടുമോ? കർത്താവേ അവർക്കത് വരല്ലേ എന്ന് പ്രാർത്ഥിച്ചാൽ എനിക്കും കൂടെ കിട്ടൂ. അങ്ങനെ കിട്ടിയ ചരിത്രം ബൈബിളിലുണ്ട്. സ്തോത്രം, സ്തോത്രം. മക്കൾക്കായാലും ഭാര്യക്കായാലും ഭർത്താവിനായാലും സഹോദരൻ മറ്റുള്ളവർക്കായാലും അവരവർ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം അവർക്ക്. കർണ കാണിക്കണേ എന്ന് പറയാൻ അനുവാദമേ ഇല്ല. ഹല്ലേലൂയ. പാസ്റ്റർ പറയുക പ്രാർത്ഥിക്കണം, കർണ കാണിക്കണം, കർണ കാണിക്കണം. ഇന്നും ഒരാൾ പ്രാർത്ഥിച്ചു കർണ കാണിക്കണം. ആരുടെ കർണ കാണിക്കും? ഈ ലംഘന മറിച്ച് എന്ന് വയ്ക്കുന്നവർക്ക് കർണ കാണിക്കുന്ന പ്രാർത്ഥി ആർക്ക് കിട്ടും? സ്തോത്രം. ഇത് എത്ര പറഞ്ഞാലും മനസ്സിലാകുന്നില്ല. ഇവിടെ എന്ത് ചെയ്യും? ദൈവത്തെ സ്തുതിക്കുക. ഹല്ലേലൂയ. എനിക്ക് പല പ്രാർത്ഥിച്ചിട്ടുണ്ട്. പല ശുശ്രൂഷകന്മാർ പ്രാർത്ഥിക്കും, കർത്താവേ പ്രദേശ് പ്രധാനോട് പ്രദേശ് പാസ്റ്ററോട് കർണ കാണിക്കണം. ഞാൻ അവരോട് പറയും, പാസ്റ്റർ എനിക്ക് കർണ കാണിക്കാൻ പാസ്റ്റർ പ്രാർത്ഥിക്കണ്ട. എന്നോട് കർണ കാണിക്കണമേ എന്ന് പാസ്റ്റർ പ്രാർത്ഥിക്കണ്ട. അതെന്താ? അതെനിക്ക് കർണ കിട്ടില്ല. അതുകൊണ്ടാ. എന്താ കിട്ടാതെ? എന്റെ ലംഘനം ഞാൻ മറച്ചു വെക്കവേ എനിക്ക് വേണ്ടി പാസ്റ്റർ പ്രാർത്ഥിച്ച് എനിക്കെന്നെ കർണ കിട്ടും. എന്റെ ലംഘനം ഞാൻ ഏറ്റു പറഞ്ഞാലേ എനിക്ക് കർണ കിട്ടൂ. സ്തോത്രം. അതിന് യേശു ക്രിസ്തു പറഞ്ഞു, കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, ലംഘന ഏറ്റു പറഞ്ഞ് ഉപേക്ഷിക്കുന്നവർ ഭാഗ്യവാന്മാർ. അല്ലാതെ ആരാ ഭാഗ്യവാൻ? ലംഘനം മറച്ചു വെച്ചിട്ട് കർണ വേണം പ്രാർത്ഥിച്ച ഭാഗ്യം. അത് ഏതറ്റം വരെ ഓടി പ്രാർത്ഥിച്ചാൽ ഒരു ഗുണമില്ല. സ്തോത്രം, സ്തോത്രം. അറിവുള്ളവർക്ക് അറിയാൻ പറ്റും, ഇത് ഇന്ന കാര്യം ചെയ്താലേ ഇന്നിന് പ്രതിവിധിയുള്ളൂ. ഏതറ്റം വരെ പോയാലും ഇതിന് പ്രതിവിധിയില്ല. പോകുന്ന ചെലവ് വ്യർത്ഥം, വെറുതെ പോകും. സമയം വ്യർത്ഥം, എല്ലാം 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 വ്യർത്ഥം. അപ്പമല്ലാത്തതിന് ദ്രവ്യവും തൃപ്തി വരുത്താത്തതിന് പ്രയത്നങ്ങളും ചെലവിട്ടു പോവുകയാണ്. അതിനോട് നമ്മൾ ഓഹരിക്കാർ ആകരുത്. ആയിട്ടുണ്ടോ ഓർക്കുക, അനുദപിക്കുക, ഏറ്റുപറയുക, സാഷ്ടാംഗം വീഴുക, മടങ്ങി വരിക. ലജ്ജ വിചാരിക്കണ്ട, നാണക്കേട് വിചാരിക്കണ്ട. ഇന്നൊരൽപ്പം നാണക്കേട് വിചാരിച്ചാൽ നാളെ വരാൻ പോകുന്ന ശിക്ഷ ഭയാനകമാണ്, ഭയങ്കരമാണ്. അത് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയുള്ള സ്നേഹത്തിന്റെ അടയാളമാണ് ഉപദേശത്തിന്റെ പ്രകാശം. പ്രൈസ് ദി ലോർഡ്. അവർ ഹോരേബിൽ വെച്ച് കാളക്കുട്ടി ഉണ്ടാക്കി വാർത്തുണ്ടാക്കിയ വിഗ്രഹത്തെ അവർ നമസ്കരിച്ചു. ഇങ്ങനെ അവർ തങ്ങളുടെ മഹത്വമായ ദൈവത്തെ പുല്ല് തിന്നുന്ന കാളയോട് സദൃശനാക്കി തീർത്തു. മിസ്രയീമിലെ വലിയ കാര്യങ്ങളും ഹാമിന്റെ ദേശത്ത് അത്ഭുത പ്രവൃത്തികളും ചെങ്കടലിൽ ഭയങ്കര കാര്യങ്ങളും ചെയ്തവരായി തങ്ങളുടെ രക്ഷിതാവായ ദൈവത്തെ അവർ മറന്നു കളഞ്ഞു. തങ്ങളുടെ സൃഷ്ടാവായ ദൈവത്തെ അവർ മറന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മിൽ എത്ര പേർക്ക് ഓർമ്മയുണ്ട് ആ ദൈവത്തെ? സ്തോത്രം. ആ ദൈവത്തിന്റെ ഉദ്ദേശത്തെ എത്ര പേർക്ക് ഓർമ്മയുണ്ട്? ആ ദൈവത്തിന്റെ പ്രവൃത്തികളെ ആത്മീയമായി വിവേചിപ്പാൻ എത്ര പേർക്ക് ഓർമ്മയുണ്ട്? സ്തോത്രം. ഇതൊന്നും ഓർമ്മയില്ലാത്തിടത്തോളം നാം ദൈവത്തെ മറക്കുകയാണ്. ഓർക്കുക, അനുദപിക്കുക, കുറ്റം സമ്മതിക്കുക, ഏറ്റു പറയുക, പ്രാർത്ഥിക്കുക. ഇതാണ് പ്രാർത്ഥന. പാപത്തെ ഏറ്റുപറയുന്നതാണ് പ്രാർത്ഥന. പാപത്തെ ഏറ്റുപറയുന്നതാണ് പ്രാർത്ഥന. ഭൗതികാര്യം പ്രാർത്ഥിക്കുന്നത് പ്രാർത്ഥന അല്ല. അതെല്ലാം ദൈവത്തെ പരീക്ഷിക്കുക. അടുത്ത് ആകയാൽ അവരെ നശിപ്പിക്കുമെന്ന് ദൈവം അരുളിച്ചെയ്തു. ആകയാൽ അവരെ നശിപ്പിക്കും എന്ന് ദൈവം അരുളിച്ചെയ്തു. അപ്പൊ നമ്മെ രക്ഷിക്കുന്നോളൂ. നമ്മെ നശിപ്പിക്കാതെ ക്രിസ്തു മുഖാന്തരം നമ്മെ രക്ഷിക്കണമെങ്കിൽ ആ പിതാക്കന്മാരുടെ സ്വഭാവത്തിൽ നിന്ന് നമ്മൾ വേർപെടണം.
അപ്പൊ പിതാക്കന്മാരുടെ സ്വഭാവത്തിൽ നമ്മൾ ബലപ്പെടണമെങ്കിൽ പിതാക്കന്മാർക്ക് പറ്റിയ സ്വഭാവം, അനന്തരഫലമായി കിട്ടിയ ശിക്ഷകൾ എന്തെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് ആ സ്വഭാവം എന്നിലുണ്ടോ എന്ന് ശോധന ചെയ്യണം. ഇതിന് പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കണം. സഹായിക്കും. സ്തോത്രം, സ്തോത്രം. ദൈവത്തിന്റെ വൃദ്ധനായ മോശ പ്രവാചകൻ, ദൈവത്തിന്റെ അഭിഷിക്തനായ മോശ പ്രവാചകൻ കോപത്തെ ശമിപ്പിക്കുവാൻ ദൈവത്തിന്റെ സന്നിധിയിൽ ഇടിവിൽ പിളർപ്പിൽ നിന്നില്ലെങ്കിൽ ദൈവം അവരെ നശിപ്പിച്ചു കളയുമായിരുന്നു. അവർ മനോഹര ദേശത്തെ നിരസിച്ചു. ദൈവത്തിന്റെ വചനത്തെ വിശ്വസിച്ചതുമില്ല. ഈ വാക്യങ്ങൾ വെച്ചാണ് ഇന്ന് പാസ്റ്റർമാരെ ഇടക്കിയിരിക്കുന്നത്. വിശ്വാസികളുടെ അനുസരണക്കേടിന് ദൈവം കൊടുക്കുന്ന ശിക്ഷ മാറാൻ വേണ്ടിയും ആ ശിക്ഷ കൊണ്ട് വരാതിരിക്കാൻ വേണ്ടി ഇടയ്ക്ക് ഇടയ്ക്ക് നിൽക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഇവിടെ ശിക്ഷ കിട്ടുകയില്ല, അവിടെ ശിക്ഷ കിട്ടുകയും ചെയ്യും. എവിടെ? ശുശ്രൂഷകൻ. ശുശ്രൂഷകൻ ഇങ്ങനെ അമ്പലാപ്പിലാണ്. എന്ത് പറ്റി? എന്താണ് ശിക്ഷ? ദൈവം കൊടുക്കുന്ന ശിക്ഷ എന്ന് പറയുന്നത് എന്താണ്? അടിയും ഇടിയും ഒടുവും ഇതൊന്നുമല്ല. അതൊക്കെ നമ്മുടെ സൂക്ഷ്മത കുറവുകൊണ്ട് സംഭവിക്കുന്നതാണ്. ദൈവം കൊടുക്കുന്ന ശിക്ഷ എന്ന് പറയുന്നത് ദൈവവചനത്തെ ഗ്രഹിക്കേണ്ട ബുദ്ധി എടുക്കുക, ദൈവവചനത്തെ ചിന്തിക്കേണ്ട ചിന്ത മാറ്റിക്കള, മനസ്സ് പുതുക്കേണ്ട ആത്മാവിനെ മാറ്റിക്കള എടുക്കും. ദൈവത്തിന്റെ ശിക്ഷ ബാക്കി പിന്നീട് കിട്ടിക്കോളും. സ്തോത്രം, സ്തോത്രം. പനിയും ശരീരത്തിൽ വരുന്ന ക്ഷതങ്ങളൊന്നും ദൈവം ഇന്ന് നമുക്ക് തരുന്ന ശിക്ഷയെ കാണില്ല. അത് നമ്മുടെ അശ്രദ്ധ കൊണ്ട് വരുന്നതാണ്. പിന്നെ ഇത് ഇന്ന തെറ്റെനിക്ക് വന്നത് കൊണ്ട് ഇന്ന ശിക്ഷ ദൈവം തന്നു എന്ന് വേണമെങ്കിൽ ഒരു ഉപമയായിട്ട് ചിന്തിക്കുക. അത്രേ ഉള്ളൂ. എന്തിനാണ്? നമുക്കൊരു ഭയം വരാൻ, നമുക്കൊരു ഭയം വരാൻ. എന്നാൽ യഥാർത്ഥത്തിൽ ദൈവം ശിക്ഷയ്ക്ക് വയ്ക്കുന്നത് ദൈവവചനത്തിന്റെ ചിന്താമർമ്മശേഷികളെ നമ്മൾ എടുത്തു, സ്തോത്രം, എടുത്ത് ഉള്ള അറിവ് അവന് സമൃദ്ധിയായിട്ടാണ്. അത് സംഭവിക്കാതിരിക്കാൻ വചനം കേട്ട് അനുസരിക്കേണ്ട സമർപ്പണം ജീവിതത്തിൽ എപ്പോഴും വേണം. ഹല്ലേലൂയ. ദൈവവചനത്തോട് മത്സരിക്കുന്ന സ്വഭാവം ജീവിതത്തിൽ സൂക്ഷിക്കരുത്. വായിക്കാം. അവർ തങ്ങളുടെ കൂടാരങ്ങളിൽ വെച്ച് ദൈവത്തോട് പിറുപിറുത്തു. യഹോവയുടെ വചനം കേൾക്കാതെയിരുന്നു. ആദ്യം കേട്ടു, വിശ്വസിച്ച് സ്തുതി പാടി. ഇപ്പോഴോ കേൾക്കാതെ. കാരണം പോയി, കൃപ പോയി, വചനം കേൾക്കേണ്ടതായ സാന്നിധ്യം പോയി. ദൈവത്തെ പരീക്ഷിച്ചപ്പോൾ, ലോകകാര്യം ഭൗതികകാര്യം ചോദിച്ചപ്പോൾ വചനം കേൾക്കേണ്ട സാന്നിധ്യം പോയി. ഇതിനെ കേൾക്കാം പറ്റുമോ? സോദര, ഇവിടെ ഇരിക്കുന്നവരൊക്കെ വചനം കേൾക്കേണ്ട സാന്നിധ്യത്തെ അല്പിച്ച് തരുന്നത് നഷ്ടപ്പെടുത്തി കളയരുത്. നഷ്ടപ്പെടുത്തി പ്രശ്നം പറഞ്ഞുകൊണ്ടായിരിക്കാം, പക്ഷെ നഷ്ടപ്പെടുത്തി കളയരുത്. ഹല്ലേലൂയ. അടുത്ത അതുകൊണ്ട് ദൈവം മരുഭൂമിയിൽ അവരെ വീഴ്ത്തുമെന്നും അവരുടെ തലമുറകളെ ഓർക്കണമേ, മാതാപിതാക്കളുടെ അനുസരണക്കേട് അനന്തരഫലമായി ശിക്ഷ തലമുറയ്ക്ക് പകരുക, കൈമാറുക. ഇത് ഇന്നും സംഭവിക്കുന്ന കാര്യമാണ്. പക്ഷെ ഇന്നാർക്ക് വിശ്വാസമല്ല ഇത്, പക്ഷെ ഇന്നും സംഭവിക്കുന്ന കാര്യമാണ്. പ്രവൃത്തിയാൽ അറിയാമല്ലോ. മാതാപിതാക്കളുടെ അനുസരണക്കേടിന്റെ സ്വതന്ത്രം, അനുസരണക്കേടിന്റെ പകർച്ച തലമുറ കേട്ടുകൊണ്ടിരിക്കുക. എങ്ങനെ അറിയാം? എന്നാൽ അത് തലമുറയ്ക്ക് വരാതിരിക്കണമെങ്കിൽ അപ്പൻ പച്ച മുന്തിരിക്ക് നിന്നിട്ട് മക്കളുടെ വല്ല കുളിക്കാതിരിക്കണമെങ്കിൽ അപ്പന്റെ പാപത്തിന് അല്ലെങ്കിൽ അമ്മയുടെ പാപത്തിന് മക്കളെ കൂട്ടവകാശിയാകാത്ത വിധത്തിൽ ഉപദേശത്തിൽ നിർമ്മിക്കണം. എന്നാ പകരില്ല, അവകാശമില്ല.
Praise the Lord. Hallelujah. വചനം കേൾക്കുമ്പോൾ നമ്മൾ ആത്മനിറവുണ്ടാവണം. വചനം കേൾക്കുമ്പോൾ ആത്മാവ് നമ്മുടെ മേൽ സാന്നിധ്യം വരണം. വചനം കേൾക്കുമ്പോൾ ആത്മ സാന്നിധ്യത്തിൽ നമ്മൾ പാപങ്ങളെ ഏറ്റുപറയത്തക്കവണ്ണം അന്യ ഭാഷ അവരുടെ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കണം. സ്തോത്രം, സ്തോത്രം. അല്ലെങ്കിൽ മിഴിച്ചല്ലേ ഇരിക്കണം. ഹല്ലേലൂയ. അവരെ ദേശങ്ങളിൽ ചിതറിച്ചു കളയുമെന്ന്, അവരെ ദേശങ്ങളെ ജാതിയുടെ ഇടയിലേക്ക് ചിതറിച്ച് കളയുമെന്ന് അവർക്ക് വിരോധമായി ദൈവത്തിന്റെ കൈ ഉയർത്തി സത്യം ചെയ്തു. അവർക്ക് വിരോധമായി ദൈവം കൈ ഉയർത്തി സത്യം. ഈ ദൈവത്തെയാണോ നമ്മൾ സ്നേഹിക്കേണ്ടത് എന്ന് ചിന്തിച്ചു നോക്കാൻ. ഈ ദൈവത്തെ തന്നെ സ്നേഹിക്കണം. കുറ്റത്തിന് ശിക്ഷ തരുന്ന ദൈവത്തെ തന്നെ സ്നേഹിക്കണം. ഹല്ലേലൂയ. പാപത്തെ സ്നേഹിക്കുന്ന ദൈവത്തെ സ്നേഹിക്കണ്ട. പാപത്തെ വെറുക്കുന്ന, പാപിയെ സ്നേഹിക്കുന്ന ദൈവത്തെ തന്നെ നമ്മൾ സ്നേഹിക്കണം, സേവിക്കണം. അതിനോട് നമ്മൾ ഒരു വിട്ടുവീഴ്ചയും ചെയ്യരുത്. Praise the Lord. കാരണം ദൈവത്തിന്റെ വാചനം അത്രയ്ക്ക് പ്രധാനപ്പെട്ട കാര്യം. അത്രയ്ക്ക് പ്രധാനപ്പെട്ട ദൈവത്തിന്റെ വചനത്തോട് നമ്മൾ കൂറുള്ളവരായിരിക്കണം. സ്നേഹമുള്ളവരായിരിക്കണം, കൂട്ടായ്മയുള്ളവരായിരിക്കണം, ദൈവവചനത്തിന്റെ ധ്യാനത്തിൽ നിലനിൽക്കുന്നവരായിരിക്കണം. അതിനോട് നമ്മൾ പൊരുതരുത്, അതിനോട് വിമർശിക്കരുത്. അഥവാ പൊരുതലോ വിമർശനം ഉണ്ടായാൽ ഓർക്കുക, അനുദപിക്കുക, ഏറ്റുപറയുക. ഒന്നുകിൽ സ്പോട്ടിലെ സമയത്തായിരിക്കാം, ഇല്ലെങ്കിൽ പ്രാർത്ഥന സമയത്തായിരിക്കാം, ഇല്ലെങ്കിൽ കിടക്കയിൽ വെച്ചായിരിക്കാം. സ്തോത്രം. എവിടെ വച്ചാണെങ്കിലും അതിന് പരിഹാരം കണ്ടെത്തിയാൽ വീണ്ടും കർത്താവ് അവർക്ക് വേണ്ടി മനസ്സ് തുറക്കും. ഹല്ലേലൂയ. അങ്ങനെ നമ്മുടെ ഭൗതിക നിലപാടുകൾക്ക് പുഷ്ടി ഉണ്ടാകുമെന്നല്ല, അതിനപ്പുറം നമ്മുടെ ആത്മീയ നിലപാടുകൾക്ക്, ആത്മീയ ചിന്തകൾക്ക്, ആത്മീയ മനോഭാവത്തിന്, ആത്മീയ വചന ധ്യാനത്തിന് പുഷ്ടി ഉണ്ടാകും. പുഷ്ടി നിമിത്തം മുഖം തകർന്നു. മുഖത്തെ തകർക്കും. പ്രാർത്ഥിച്ച് തകർക്കാൻ കഴിയില്ലെന്നേ. മുഖത്തെ പ്രാർത്ഥിച്ച് തകർക്കാമെന്ന് ആരും വിചാരിക്കാം. അതുപോലെ ശിശുത്വം. ബാലനാകുമ്പോൾ ബാലനുള്ള ചിന്തിക്കണം, ശിശുവിനുള്ള ത്യജിക്കണം. പ്രാർത്ഥിച്ച് മുഖത്തെ തകർക്കും. നല്ല ശിശുത്വം. അതെല്ലാം വെറുതെ ഒരു കള്ളത്തരമാണ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അതിനോടൊന്നും നമ്മൾ യോജിക്കരുത്. അതിനോടുള്ള യോജിപ്പ് ദൈവം നമ്മെ വെറുപ്പാൻ കാരണമാണ്. ദൈവം നമ്മെ വെറുക്കാൻ കാരണമാകരുത്. ദൈവം നമ്മെ സ്നേഹിപ്പാൻ കാരണമാകരുത്. അതിന് യോഗ്യമായ ബുദ്ധി ഉപദേശത്തിൽ നമ്മൾ നിലനിൽക്കണം. സ്തോത്രം, സ്തോത്രം. ഇതൊക്കെ വചനങ്ങളെ ഗ്രഹിച്ചു വരാൻ മനസ്സുള്ളവർക്ക് മാത്രമേ ഇതൊക്കെ ഉൾക്കൊള്ളാൻ കഴിയൂ. ഉൾക്കൊണ്ടാൽ അതിന്റെ ഗുണം വേറെ ഒരു അനുഭവം. സ്തോത്രം. വേറൊരു അനുഭവമാണെന്ന് പറഞ്ഞാൽ ഭൂമിയിൽ ജീവിക്കുമ്പോൾ സുബോധമില്ലാതെ ജീവിക്കുമെന്നല്ല അതിന്റെ അർത്ഥം. ഭൂമിയിൽ ജീവിക്കുമ്പോഴും സുബോധത്തോടെ തന്നെ ജീവിക്കും. എന്ത് സംസാരിക്കുന്നു, എന്ത് ചിന്തിക്കുന്നു, ഏത് ലോകത്തിൽ ആൾക്കാരുടെ ഇടപെടുന്നു, എല്ലാ സുബോധം കാണും. ഭർത്താവിനോട് എങ്ങനെ ഇടപെടുന്നു, ഭാര്യയോട് എങ്ങനെ ഇടപെടുന്നു, മക്കളോട് എങ്ങനെ ഇടപെടുന്നു, മാതാപിതാക്കളോട് എങ്ങനെ ഇടപെട്ട് സംസാരിക്കുന്നു, എല്ലാവരും ഒരു ബോധം കാണും. സംസാരിക്കുമ്പോഴും വചനം ഉള്ളിൽ ഇങ്ങനെ ക്രിയതല്ലേ. വചനം ക്രിയ ചെയ്യാതെ ആരോട് സംസാരിച്ചാലും അത് സംസാരം അകൃത്യമാണ്, ലംഘനമാണ്. അതരങ്ങളുടെ ലംഘനത്തിൽ വാക്കുവരിക്കൽ ലംഘനം വരും. ലംഘനത്തിൽ വല്ലാത്ത കെണിയുണ്ട്. ആ കെണിന്ന് വിടുവിക്കാൻ കഴിയോ? പ്രാർത്ഥിച്ച വചനം തന്നെ പറഞ്ഞം വിടുവിക്കണമെങ്കിൽ. സ്തോത്രം. നായാട്ടുകാരന്റെ കയ്യിലെ കെണിയിൽ അകപ്പെട്ടതാണ്. അത് അതേ വചനം തന്നെ വരണം. വചനം വന്നാലേ ആ കെണിയിൽ നിന്ന് വിടുതൽ ലഭിക്കും. സ്തോത്രം. വചനം വരാൻ വേണ്ടി പ്രാർത്ഥിക്കണം, കെണി മാറാൻ വേണ്ടി തന്നെ പ്രാർത്ഥിക്കണം. കാരണം വചനമാണ് നമ്മളെ വിടിവിക്കാനുള്ളത്. 107 സങ്കീർത്തനം പറയുന്നു, ദൈവം വചനത്തെ അയച്ച് അവരെ വിടിവിച്ചു. വചനത്തെ അയച്ച് അവരെ സൗഖ്യമാക്കി. ഹല്ലേലൂയ. അവരെ കെണിയിൽ നിന്ന്, അവരെ കുഴിയിൽ നിന്ന് അവരെ വിടിവിച്ചു. പ്രാർത്ഥിച്ച വിടുതലില്ല. അവരെ പ്രാർത്ഥിച്ച് വിടുവിക്കപ്പെട്ടിട്ടുള്ളതോ തോന്നലുകളാണ്. വിടുവിക്കപ്പെട്ടത് ഒന്നും വിടുവിക്കപ്പെട്ടില്ല. വിടുവിക്കപ്പെട്ടെങ്കിൽ ആത്മീയ കുറ്റിയിൽ വളരില്ലായിരുന്നോ? സ്തോത്രം. വചനം അയച്ചാൽ മാത്രമേ വിടുതലുള്ളൂ. പ്രാർത്ഥനയിൽ വിടുതലില്ല. അപ്പൊ എങ്ങനെ പ്രാർത്ഥിക്കണം? വചനത്തിനായി പ്രാർത്ഥിക്കണം.
വചനത്തിനായി പ്രാർത്ഥിക്കണം, വചനത്തിനായി പ്രാർത്ഥിക്കണം, വചനം കേൾക്കാൻ പ്രാർത്ഥിക്കണം, വചനം ഗ്രഹിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം, വചനം മനസ്സിലാക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം, വചനം കേട്ടനുസരിക്കേണ്ട പ്രാർത്ഥിക്കണം. അങ്ങനെ നമ്മുടെ അകത്തെ മനുഷ്യൻ പുഷ്ടിപ്പെടും, ശക്തിപ്പെടും. അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് അത് ശക്തിയോടെ ബലപ്പെടും. ഹല്ലേലൂയ. നമുക്ക് എല്ലാവർക്കും സമർപ്പിക്കാം. അതിനുവേണ്ടി നമ്മൾ തന്നെ ഒന്ന് വിനയപ്പെടുത്താം, ഏൽപ്പിക്കാം. നമ്മുടെ ഈ കൂട്ടുവരവ് ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ അസാധുവാകെ മൈനസ് ആകരുത്. പുഷ്ടിക്കുമേൽ പുഷ്ടിയുള്ളതായി മാറും, മേൽക്കുമേൽ അഭിവൃദ്ധിയുള്ളതായി മാറണം. ആ ദേശത്തിൽ നിവാസികളുടെ മേൽ പകരണ സാഹചര്യം ഉണ്ടാകണം, സാധ്യതകൾ ഉണ്ടാകണം. അതിന് തക്കവണ്ണം നമ്മൾ ഐകമത്യപ്പെട്ട് ദൈവവചനത്തിൽ പ്രിയമുള്ളവരായി മാറും. ഗ്രഹിക്കുന്നതിന് ഒത്തവണ്ണം അതിൽ ഉറയ്ക്കണം, ഗ്രഹിക്കാൻ പറ്റാത്തതിന് ഒത്തവണ്ണം തമ്മിൽ ചോദിച്ച് ഗ്രഹിക്കണം. അതിന് ഒരിക്കലും ഉപേക്ഷ വിചാരിക്കരുത്. ആരും ഉപേക്ഷ വിചാരിക്കരുത്. എന്നെ പഠിപ്പിക്കാനോ എന്നൊന്നും ആരും വിചാരിക്കരുത്. എല്ലാവരും അവരവരിൽ പഠിക്കേണ്ടതാണ്, മറ്റുള്ളവരോട് ചോദിച്ച് പഠിക്കേണ്ടവരാണ്. സഹോദരപ്രീതി നിലനിർത്തണം. സഹോദരപ്രീതി നിലനിർത്താത്തവർക്ക് ആലയത്തിൽ പ്രവേശനമില്ല. തൽക്കാലം പ്രവേശനമുണ്ടെങ്കിലും കണ്ണുമക്കിനിടയിൽ അത് അപ്രത്യക്ഷവും ആ പ്രവേശനമില്ല, അത് അടയുവാനിടയായി. കിട്ടിയ അവസരം നഷ്ടപ്പെട്ടു പോകാതെ സൂക്ഷിക്കണം. അതിന് ഒത്തവണ്ണം ഫലമുണ്ടാകണം. ഫലമില്ലെങ്കിൽ അവസരം നഷ്ടപ്പെട്ടു പോകും. പിന്നും ദൈവത്തെ കുറ്റം പറയേണ്ടി വരും. പക്ഷേ ഡയറക്റ്റ് ആയിട്ട് ദൈവത്തെ കുറ്റം പറയാതിരിക്കില്ല. ദൈവഭക്തനെ കുറ്റം പറഞ്ഞാൽ ദൈവത്തെ കുറ്റം പറയും. ദൈവഭക്തനെ ആദരിച്ചാൽ ദൈവത്തെ ആദരിക്കും. ദൈവഭക്തനെ കേട്ടനുസരിച്ചാൽ ദൈവത്തെ കേട്ടനുസരിക്കും. ഓർക്കണമേ, ദൈവഭക്തൻ എന്നാണ് പറഞ്ഞത്, മറ്റൊന്നുമല്ല. ഭക്തന് വേഷം ധരിച്ചാൽ ഭക്തനാകില്ല. ദൈവഭക്തനിൽ ഭക്തിയുടെ ഉപദേശം വെളിപ്പെടും. ഭക്തിയുടെ ഉപദേശം വെളിപ്പെട്ടാൽ എന്നിലുള്ള അഭക്തി എനിക്ക് മനസ്സിലാവും. അഭക്തി ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കും, ഭക്തിയെ സ്വീകരിക്കും. യഹോഭക്തന്റെ പ്രത്യേകത അവിടെയാണ് വരുന്നത്. യഹോഭക്തനെ തനിക്ക് വേർതിരിച്ചിരിക്കുന്നു എന്നറിയണം. അതിനോട് മത്സരിക്കരുത്, വിഘടിക്കരുത്. പ്രൈസല്ലോ. നമുക്ക് എല്ലാവർക്കും സമർപ്പണം ചെയ്യാം. എല്ലാവർക്കും യേശുക്രിസ്തുവിൻ നാമത്തിൽ കേൾക്കപ്പെട്ട വചനത്തിന് മുൻപിൽ നാം ആരും നീതിമാന്മാരല്ല. ഒന്നിലല്ലെങ്കിൽ മറ്റൊന്നിൽ നമ്മൾ ദാസന്മാരാണ്, നമ്മൾ കുറവുള്ളവരാണ്, നാം അകൃത്യത്തിലുള്ളവരാണ്. ഒന്നിലല്ലെങ്കിൽ മറ്റൊന്നില് പൂർണ്ണമായി നമ്മൾ ഒന്നിൽ തികഞ്ഞവരല്ല. എന്നാൽ തികവിലേക്ക് എത്തിച്ചേരുവാൻ, തികഞ്ഞ സ്വാതന്ത്ര്യത്തിന്റെ തികഞ്ഞ ന്യായപ്രമാണത്തെ ഉറ്റുനോക്കുവാൻ, അതിൽ നിലനിൽക്കുന്നവർക്ക് കർത്താവ് ഒരുക്കിയിരിക്കുന്ന ജീവകിരീടവും വാഗ്ദത്തം ചെയ്ത രാജ്യവും അവകാശം. അതിനായി നമുക്കെല്ലാവർക്കും നമ്മെ തന്നെ ശോധന ചെയ്ത് നമ്മെ തന്നെ താഴ്ത്തി സമർപ്പിച്ച് വിനയപ്പെടും. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമം. നിത്യജീവന്റെ അവകാശത്തിനൊത്തവണ്ണം ഉപദേശ രൂപങ്ങളിൽ വെളിപ്പെട്ടു വരുവാൻ അങ്ങനെ ഇടപെടുന്ന കൃപകൾക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്തു. അതിനെ കേട്ട അങ്ങയുടെ നാമം വിളിക്കപ്പെട്ട അങ്ങയുടെ ജനത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഒരു വ്യക്തി പോലും നഷ്ടപ്പെട്ടു പോകത്തക്കവണ്ണം ആരും കഠിനതയുള്ളവരാകാതെ എല്ലാവരും ഏകാഗ്രതയുള്ളവരായി, ഏകാഗ്ര ചിത്തന്മാരായി, മനോബോധമുള്ളവരായി, മനസ്താപമുള്ളവരായി, വചനത്തോട് പ്രിയമുള്ളവരായി, വചനത്തെ ഉൾക്കൊള്ളുവാൻ പ്രാപ്തിയുള്ളവരായി, കർത്താവേ അതിനെ കണ്ടെത്തി ഭക്ഷിപ്പാൻ ആഗ്രഹമുള്ളവരായി ഉണരുവാൻ തക്കവണ്ണം എല്ലാവരും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കേൾപ്പിക്കപ്പെട്ട വചനം ആരുടെയും ജീവിതത്തിൽ നിരസക്കല്ലാകാതെ, തടങ്കൽ പാറയാകാതെ, കെണിയോ കുരുക്കോ ആകാതെ, കെണിയിൽ നിന്ന് കുരുക്കിൽ നിന്ന് വിടുവിക്കുന്ന വിടുതലായി മാറുവാൻ കർത്തൃനാമത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തരും പ്രദേശികളായി പാർക്കുന്ന വീട്ടിൽ അവരവർ വിശ്വസ്തരായിരിക്കാം, അനുസരണമുള്ളവരായിരിക്കാം കർത്തൃനാമത്തിൽ സമർപ്പിക്കുന്നു. ഓരോരുത്തരുടെ യാത്ര
തൊഴിൽ മേഖല, വിദ്യാഭ്യാസ മേഖല, എല്ലാ ഇടങ്ങളിലും ദൈവവചനത്തിന്റെ പ്രകാശനം വ്യാപരിക്കപ്പെടുവാൻ സമർപ്പണം ചെയ്തുകൊണ്ട് എല്ലാവരെയും ഞങ്ങളുടെ ബലമുള്ള കൈയിൽ താഴ്ത്തി അടിനെ സമർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ തന്നെ ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം വെളിപ്പെട്ട തിരുവെഴുത്തുകളിൽ കൂടെ ആത്മാവിന്റെ നിറവിന്റെ ഉപദേശങ്ങൾ ഗ്രഹിച്ചറിഞ്ഞതിൽ നിലനിൽക്കൊണ്ടക്കതായ ദൈവകൃപയ്ക്കായി കരങ്ങളെ ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ.